ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു 10th ഷെഡ്യൂൾ, പെർട്ടിക്കുലർലി എന്താണ് ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ആന്റി ഡിഫെക്ഷൻസ് ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. If a member abstain from the voting in the House contrary to the direction given by his political party, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് 10th ഷെഡ്യൂളിൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആന്റി ഡിഫെക്ഷൻ ലോയുടെ അണ്ടറിൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? സോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷെ അതിനെതിരായിട്ട് വോട്ട് ചെയ്യാതിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എനി ഇൻഡിപെൻഡന്റ്ലി ഇലക്ടഡ് മെമ്പേഴ്സ് ജോയിൻ എനി പൊളിറ്റിക്കൽ പാർട്ടി. സോ ഇൻഡിപെൻഡന്റ് എലക്ടഡ് ആയിട്ടുള്ള ഒരു ആള് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇഫ് എനി നോമിനേറ്റഡ് മെമ്പേഴ്സ് ജോയിൻ എനി പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഗവൺമെന്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 6 months. സോ 6 മാസങ്ങൾക്ക് ശേഷം നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു മെമ്പർ, ഫോർ എക്സാമ്പിൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് നമ്മളുടെ ആരാണ്, PT ഉഷ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൽഫോൺസ് കണ്ണന്താനോ ഒക്കെ പണ്ട നമ്മളുടെ രാജ്യസഭയിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യായിരുന്നോ എന്ന് എനിക്ക് ഉറപ്പില്ല. PT ഉഷ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളായിരുന്നു. സോ അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുകയാണ്, 6 മാസത്തിനു ശേഷം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ഡിഫെക്ഷന്റെ അണ്ടറിൽ വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ആൻസർ എന്താണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി സെഷൻ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. കറക്റ്റ് ആൻസർ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് പോകാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫസ്റ്റ് ന്യൂസ്. ഓക്കെ, സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നമ്മൾ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഡൽഹിയിലെ എയർ പൊല്യൂഷൻ, എയർ ക്വാളിറ്റി ഇൻഡെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, സോ അതൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം. എന്താണ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ ഇടക്കിടക്ക് എടുത്ത് കുടയാറുണ്ട്. സോ അതിന്റെ ഒരു സന്ദർഭം തന്നെയാണ് ഇന്നത്തെ ന്യൂസിലും വന്നിരിക്കുന്നത്. സോ ഞാൻ ഈ പൊല്യൂഷൻ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ, പൊല്യൂഷൻ ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, നിങ്ങൾക്കറിയാം. സോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഒറ്റക്കുടക്കീഴ് ഒരു അംബ്രല്ലയ്ക്ക് അണ്ടറിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. സോ പൊല്യൂഷൻ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ വെച്ചിട്ടാണ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവിറോൺമെന്റ്. ലോകത്തിലെല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ നിയമം വേണം, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സബ്മിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ആയിരുന്നു 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. ഇന്ത്യക്ക് പർട്ടിക്കുലർലി ഇത് ഇമ്പോർട്ടന്റ് എങ്ങനെയാണ് ആവുന്നത് എന്ന് ചോദിച്ചാൽ, അന്ന് ഇന്ദിരാഗാന്ധി ആ ഒരു സ്റ്റോക്ക്ഹോം കോൺഫറൻസിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്നു. തിരിച്ചു വന്നതിന് ശേഷം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നു. അതാണ് ഇന്ത്യയിലെ ഒരു പരിസ്ഥിതി നിയമങ്ങളുടെ, അതല്ലെങ്കിൽ പുത്തൻ പരിസ്ഥിതി നിയമങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ 1972 എന്ത് സംഭവിക്കുന്നു? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്, സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികാരത്തിൽ വരുന്നത് 1974 വാട്ടർ ആക്ടിന്റെ അണ്ടറിലാണ്. പലപ്പോഴും ചോദ്യങ്ങളായിട്ട് നമ്മൾ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറന്റ് അഫയേഴ്സിൽ. ഏത് ആക്ടിന്റെ അണ്ടറിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്? സോ വാട്ടർ ആക്ടിന്റെ അണ്ടറിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഏത് ആക്ടിന്റെ അണ്ടറിലാണ് വരുന്നത്? നമ്മളുടെ വാട്ടർ ആക്ട് 1974 അണ്ടറിലാണ് വരുന്നത്. ദെൻ അതിനുശേഷം 1981 ആയപ്പോഴേക്കും
എയർ ആക്ട്, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നിലവിൽ വരുന്നു. അതിൽ 1984 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു, നോയിസ് പൊല്യൂഷൻ ഒക്കെ ഈ എയർ ആക്ടിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. 1985 പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ഇന്ത്യയിൽ രൂപപ്പെടുന്നു. ഓക്കെ, സോ ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ആയിട്ട് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ഫോറസ്റ്റ് വരുന്നത് എന്നാണ് 1985 കാലഘട്ടങ്ങളിലാണ്. 86 എന്ത് സംഭവിച്ചു, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഭോപ്പാൽ ദുരന്തം സംഭവിക്കുന്നു. അതിനുശേഷം എന്താണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നോണം നമ്മളുടെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും വരികയാണ്. ദെൻ റിവേഴ്സ് പൊല്യൂട്ടഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് എന്ത്, നാഷണൽ റിവർ കൺസർവേഷൻ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. സോ ഇവരാണ് ഈ ഗംഗ ആക്ഷൻ പ്ലാൻ ഒക്കെ മുന്നേ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ മോദിജി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തുപറ്റി, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പോയി. പെർട്ടിക്കുലർലി നമാമി ഗംഗ പ്ലാൻ അല്ലെങ്കിൽ ഗംഗ റെജുവനേഷൻ പ്ലാൻ, ബ്രഹ്മപുത്ര, അങ്ങനെയുള്ള ഡിഫറെന്റ് പ്ലാനുകൾ നേരിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്ത് നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സോ നാഷണൽ റിവർ കൺസർവേഷൻ ഡയറക്ടറേറ്റ് അത്ര വലിയ ഇമ്പോർട്ടൻസുകൾ കറന്റ് കാലഘട്ടങ്ങളിൽ ഇല്ല, എന്നാലും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ 2010 മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്താണ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്. സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പെക്സ് ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു അപ്പീലേറ്റ് അതോറിറ്റീസ്. സോ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ അണ്ടറിൽ, നമ്മളുടെ ഗവൺമെന്റിന്റെ ഒരു അപ്പീലേറ്റ് അതോറിറ്റി ആയിട്ട്, ഒരു അപ്പെക്സ് അതോറിറ്റി ആയിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അണ്ടർ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. നമ്മളിത് മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളോട് ചോദ്യമാകാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് ഒരു പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും എല്ലാം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അണ്ടറിൽ ചോദ്യം ചെയ്യപ്പെടത്തില്ല. സോ അന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തപ്പോഴും അത് തന്നെയായിരുന്നു ബേസിക് ആയിട്ട് ഒരു ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യവും കൂടി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊന്ന് ഓർക്കുക. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അണ്ടറിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പെടില്ല എന്ന് കൂടിയിട്ട് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ദെൻ ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2020 കാലഘട്ടങ്ങളിൽ, അതായത് നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്തു. എന്താണ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്രിയേറ്റ് ചെയ്തു, എന്താണ് റിവർ റിജുവനേഷന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഗ്രീൻ ട്രിബ്യൂണൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ടും ഡൽഹിയിലെ പൊല്യൂഷന് യാതൊരു കുറവും വരുന്നില്ല. ഓക്കെ, ഇത് കോടതികളിൽ ചർച്ചാ വിഷയമായി. ഓക്കെ, സോ കോടതികൾ എടുത്തിട്ട് കുടയാൻ തുടങ്ങി. MC മേത്ത കേസ് വന്നു. സോ അങ്ങനെ ഡിഫറെന്റ് കേസുകളെ പ്രമാണിച്ചുകൊണ്ട് കോടതി പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഡൽഹിയിലെയും അഡ്ജസന്റ് റീജിയനുകളിലെയും പൊല്യൂഷൻ എന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇന്ത്യൻ എന്താണ് ഗവൺമെന്റ് വിളിച്ച പേര് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്. സോ 2020-21 കാലഘട്ടങ്ങളിലാണ് ഈ എന്താണ് NC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. സോ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്ന ഡൽഹി എന്ന് പറയുന്ന ഏരിയ മാത്രമാണോ? അല്ല, അഡ്ജോയിനിങ് സ്റ്റേറ്റ്. നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇപ്പോഴത്തെ ആഡ് ചെയ്തിരിക്കുന്ന പിക്ചർ ചെറുതായി പോയി, പക്ഷെ ഈ പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സ്റ്റേറ്റുകൾ അടുപ്പിച്ച് ഇങ്ങനെ 3 സ്റ്റേറ്റുകളുടെ ഒരു ചിഹ്നമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ നിയറസ്റ്റ് ടു ഡൽഹി ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളും ഇതിൽ പെടും. ഓക്കെ, ഡൽഹിയോട് അഡ്ജോയിൻ ചെയ്ത് കിടക്കുന്ന സ്റ്റേറ്റുകൾ ഇതിൽ പെടുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മളുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകും. ദെൻ ചീഫ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കേന്ദ്രം
നിർദ്ദേശിക്കുന്ന ഒരു സെക്രട്ടറി ആയിരിക്കണം അതിന്റെ ഹെഡായിട്ട് വരുന്നത്. ഓക്കെ, അവരുടെ വയസ്സെന്ന് പറയുന്നത് 70 വയസ്സ് വരെ അവർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ചില ബേസിക് കണ്ടീഷൻസ് കൂടിയിട്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയണിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആക്ട് ആണ്. സോ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. സെപ്പറേറ്റ് ആക്ടിന്റെ അണ്ടറിൽ ഫോം ചെയ്തതാണ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ആക്ട് 2021 അണ്ടറിലാണ് ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, then there is a question. Consider the following statement with regarding to National Green Tribunal. ഗ്രീൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ, താഴെ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രൊസീജിയർ അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ആൻഡ് ഈസ് ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതായത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറോ അല്ലെങ്കിൽ ഇന്ത്യൻ പീനിയൽ കോഡോ ഒന്നും ഫോളോ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഇതല്ല. പകരം എന്താണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, പ്രകൃതിദത്തമായ നീതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ട്രിബ്യൂണൽ ഈസ് മാൻഡേറ്റഡ് ടു മെയ്ക്ക് ആൻ എൻഡവർ ഫോർ ഡിസ്പോസൽ ഓഫ് ആപ്ലിക്കേഷൻസ് ഓർ അപ്പീൽസ് ഫൈനലി വിത്തിൻ 1 month ഓഫ് ഫയലിംഗ് ഓഫ് ദ സെയിം. അതായത് ഗ്രീൻ ട്രിബ്യൂണലിലേക്ക് വരുന്ന ഒരു ആപ്ലിക്കേഷനോ അപ്പീലോ 1 മാസത്തിൽ തീർത്തു കൊള്ളാമെന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അജണ്ട അല്ലെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണൽ മാൻഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2010 ഫോം ചെയ്തു. എന്താണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പല ആക്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പഠിക്കാത്ത ഈ ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഹൗ യു വിൽ അപ്ലൈ യുവർ നോളജ് ടു മേക്ക് ദിസ് ആൻസർ റൈറ്റ്, മേക്ക് ദിസ് ക്വസ്റ്റ്യൻസ് റൈറ്റ്. എനിക്ക് എന്റെ ബേസിക് ബുദ്ധിക്ക് ഒറ്റ കാര്യം അറിയാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ UPSC പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്റെ കോമൺ സെൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഒരു ട്രിബ്യൂണല് 1 മാസം കൊണ്ട് അപ്പീൽ വന്നിരിക്കുന്ന ആപ്ലിക്കേഷനുകളും അല്ലെങ്കിൽ അപ്പീലുകളും എല്ലാം തീർപ്പാക്കും എന്ന് പറയുന്ന ഒരു ട്രിബ്യൂണല് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതായത് നിങ്ങൾ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാസമാണ്. സോ അതേ സ്പീഡിൽ തന്നെ ഒരു ട്രിബ്യൂണല് അവരുടെ എന്താണ് ആപ്ലിക്കേഷനുകളും കേസുകളും അപ്പീലുകളും എല്ലാം തീർപ്പാക്കും എന്നാണ് പറയുന്നത്. അത് നടക്കാനായിട്ടുള്ള സാധ്യത എത്രയുണ്ട്? സോ ഈ 1 month എന്ന് പറയുന്നത് തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്റെ ഒരു കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് അത് തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 1 മാസത്തിനുള്ളിൽ അത് ചേഞ്ച് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ആപ്ലിക്കേഷൻസും എല്ലാം ഡിസ്പോസ് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ അത് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ പഠിച്ചാനെ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറയുമ്പോൾ നമ്മൾ പഠിച്ചാനെ. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടില്ല. സോ 1 മാസം എന്നുള്ളത് എന്റെ ഒരു കോമൺ സെൻസിന് നടക്കുന്ന കാര്യമല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ പ്രൊസീജിയർ അണ്ടർ സിവിൽ എന്താണ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. സിവിൽ പ്രൊസീജിയർ കോഡ് പാലിക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. സോ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങളൊരു ഇല്ലീഗൽ മൈൻ കൺസ്ട്രക്ട് ചെയ്തു അല്ലെങ്കിൽ ഇല്ലീഗൽ മൈൻ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് എന്താണ് വയലേറ്റ് ചെയ്തു. ഈ അവസരങ്ങളിലെല്ലാം കൃത്യം നിയമം മാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ അവരെന്ത് കൂടിയിട്ട് നോക്കും? നാച്ചുറൽ ജസ്റ്റിസ് കൂടിയിട്ട് നോക്കും. തീർച്ചയായിട്ടും നാച്ചുറൽ ജസ്റ്റിസ് നോക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടും ഞാൻ എടുക്കുകയും ഓപ്ഷൻ എയിലേക്ക് പോവുകയും ചെയ്തു. സോ ഹിയർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ 1 മാസമല്ല ഇവിടുത്തെ ഫയലിംഗ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പീലുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ടൈം 6 മാസത്തെ സമയത്തിനുള്ളിലാണ് എന്താണ് അപ്പീലുകൾ ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നത്. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം എല്ലാവരും ശരിയായിട്ട് എടുത്തിട്ടുണ്ടാകും. സോ പുതുതായിട്ടൊക്കെ പത്രം വായിച്ചു തുടങ്ങിയവർ അല്ലെങ്കിൽ UPSC പ്രിപ്പറേഷൻ തുടങ്ങിയവർ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ഇത് തെറ്റിച്ചിട്ടുണ്ടാകാം. സോ
വെറ്ററൻസ് തെറ്റിക്കരുത്. ഈ ഒരു എന്താണ് ആസ്പെക്ടിലേക്ക് നിങ്ങൾ വരണം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. സോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും പഠിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മളുടെ നോളജ് അപ്ലൈ ചെയ്തിട്ട് ശരിയാക്കേണ്ട, നമ്മളുടെ കോമൺ സെൻസും നോളജും അപ്ലൈ ചെയ്തിട്ട് ശരിയാക്കേണ്ട ചില ക്വസ്റ്റ്യൻസുകൾ വരും. ഓക്കെ, സോ എന്താണ് ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടത്. ദെൻ ഇവിടെ പെർട്ടിക്കുലർലി ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, ആ ഒരു കാര്യവും കൂടിയിട്ട് നിങ്ങളൊന്ന് നോക്കണം. ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ. 2021 അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു സിവിൽ ഏവിയേഷൻ ആണ് നമ്മളുടെ അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് നമ്മളുടെ ആ ഒരു വിമാന അപകടം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ജൂലൈ 12-ാം തീയതി എന്തോ ആണ് ആ ഒരു വിമാന അപകടം നടക്കുന്നുണ്ടായിരുന്നു. സോ ജൂലൈ 14-ലെ, ജൂലൈയിലാണോ എന്നാണ്, ജൂൺ 12-ാം തീയതിയാണ് ഈ ഒരു വിമാനാപകടം നടക്കുന്നത്. സോ അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് 13-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സിലും 14-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സിലും എന്താണ് ഏവിയേഷൻ മിനിസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ആ ഒരു റിപ്പോർട്ട്, അന്നത്തെ ജൂൺ 13-നും 14-നും വന്ന അന്നത്തെ ആർട്ടിക്കിൾ. സോ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി വർക്ക് ചെയ്യുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എങ്ങനെയാണ്, ദെൻ എന്താണ്, ദെൻ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, എയർ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദെൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതെല്ലാം മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ആ ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കറണ്ട് അഫയേഴ്സ് വരാനായിട്ടുള്ള ഇന്നത്തെ ന്യൂസിൽ ഇങ്ങനെ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വരാനായിട്ടുള്ള ഒരു കാരണം പെർട്ടിക്കുലർലി നമ്മളുടെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്നതും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു ആർട്ടിക്കിൾ, അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി കുറച്ചും കൂടി, സിവിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി ഇറ്റ്സെൽഫ് കുറച്ചും കൂടി ഇംപ്രൂവ് ആകാനായിട്ടുണ്ട് എന്ന് ബേസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഇന്നത്തെ ന്യൂസിൽ. സോ ഇതിന്റെ ഒരു ക്രാക്സ് എന്ന് പറയുന്നത് ഈ ഒരു വരിയിലേക്ക് നമുക്ക് ചുരുക്കാനായിട്ട് സാധിക്കും. ഇൻ ഏവിയേഷൻ സേഫ്റ്റി സീക്രസി ഈസ് നോട്ട് സോവറിനിറ്റി, ട്രാൻസ്പെറൻസി ഈസ് സ്ട്രെങ്ത്. ഓക്കെ, സോ ഏവിയേഷൻ സേഫ്റ്റിയെ കുറിച്ചിട്ട് എന്താണ് ഇവര് ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോഴും ഒന്നും ട്രാൻസ്പെറന്റ് ആയിട്ടല്ല ചെയ്യുന്നത് എന്നൊരു ക്രിറ്റിസിസം ആരുടെ ഭാഗത്തുണ്ട്, നമ്മളുടെ ഈ ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ഓക്കെ, സോ ഇന്ത്യൻ ഏവിയേഷൻ എന്താണ് സെക്ടർ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആവണമെങ്കിൽ അവിടെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ നിങ്ങൾ മെയിൻസ് ആൻസർ റൈറ്റിങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ട്രാൻസ്പെറൻസിയിൽ ഊന്നിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസറുകൾ എഴുതാനായിട്ട് സാധിക്കും. സോ എന്താണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണെങ്കിലും അവരുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും സാധാരണക്കാരുകളിലേക്ക് കൊടുക്കാനായിട്ടും കൃത്യം ആളുകൾ ഇവിടെ പറയുന്നുണ്ട്. യൂട്യൂബിന്റെയും എന്താണ് സോഷ്യൽ മീഡിയയുടെ ഒക്കെ പപ്പറ്റ്സ് ആയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാറരുത് എന്നൊരു ക്രിറ്റിസിസം കൂടിയിട്ട് ടുവേർഡ്സ് ദ എൻഡ് ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആരാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ എയർ അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ പുതുതായിട്ട് കറണ്ട് അഫയേഴ്സ് കേൾക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ജൂൺ 14-ലെ കറണ്ട് അഫയേഴ്സ് ഒന്ന് എടുത്തു നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ ഒരു എത്രയാണ് 20 to 30 മിനിറ്റ്സ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കും ഈ പറയുന്ന ആർട്ടിക്കിൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിലേക്ക് പോകാത്തത്. ഓക്കെ, സോ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ആ ഒരു ആർട്ടിക്കിളിലേക്ക് പോകാത്തത്, അതിന്റെ ഒരു എന്താണ് പ്രോബ്ലംസിലേക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഓക്കെ, തേർഡ് എഡിറ്റോറിയൽ അല്ലെങ്കിൽ സെക്കൻഡ് എഡിറ്റോറിയൽ, ഓപ്പൺ എഡിറ്റോറിയൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ US റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഇന്ത്യ US റിലേഷനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ക്ലാസ് ഫുള്ളി ഞാൻ ഇന്ത്യ US റിലേഷന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ടായിരുന്നു. എന്നാണ് പെർട്ടിക്കുലർലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഒരു ക്ലാസ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഹിസ്റ്ററി തുടങ്ങിയിട്ട് നിലവിൽ ഇപ്പൊ വന്നു നിൽക്കുന്നത് എവിടെയാണ് എന്നത്
ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളിലും പെർട്ടിക്കുലർലി പറയുന്നത് എന്താണ്, നമ്മളുടെ ക്വാഡ് സബ്മിറ്റ് ഇന്ത്യയിൽ വെച്ചാണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് ചില പ്രശ്നങ്ങൾ കാരണം, നമ്മളുടെ താരിഫ് റേറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം അതൊന്ന് നീക്കി വെക്കാം എന്ന് നമ്മളുടെ ക്വാഡ് കൺട്രീസ് എല്ലാം കൂടിയിട്ട് ചിന്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നടക്കുന്ന സബ്മിറ്റ് ഒന്ന് നീക്കി വെക്കാം എന്ന് കൂടിയിട്ട് നമ്മളുടെ ക്വാഡ് കൺട്രീസ് വിചാരിച്ചിരിക്കുകയാണ്. സോ ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത് ക്വാഡിലെ അലങ്കാരമായിട്ടുള്ള മീറ്റിങ്ങുകൾ, അതായത് പ്രൈം മിനിസ്റ്റർ വരുന്നു, US പ്രസിഡന്റ് വരുന്നു, ജപ്പാനിന്റെ പ്രതിനിധി വരുന്നു, ഇങ്ങനെയുള്ള അലങ്കാരം സെറിമോണിയൽ മീറ്റിംഗ്സുകളല്ല ഇന്ത്യ US ടൈസ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യ US റിലേഷൻ നിങ്ങൾ പെർട്ടിക്കുലർലി നോക്കുകയാണെങ്കിൽ അവർ താരിഫുകൾ അടിച്ചു തരുന്നു. ദെൻ എന്താണ്, ക്വാഡിന്റെ മീറ്റിംഗ് അങ്ങടേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്, ഇൻഡെഫിനറ്റ്ലി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ദെൻ എന്താണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പത്തെ ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ദെൻ പാകിസ്ഥാന് അകമഴിഞ്ഞ പിന്തുണ US കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസവും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ US ടൈസിനെ സസ്റ്റെയിൻ ചെയ്യിക്കുന്നുണ്ട്. സോ എന്താണ്, നമ്മളുടെ പുറത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്താണ്, ഇന്ത്യ US റിലേഷൻസ് കുറച്ച് പ്രശ്നമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് ഇന്ത്യ US ടൈസിനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രക്സ് ഓഫ് ദ പാസേജ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് ഇവർ ഒരുപാട് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ടെക്നോളജിക്കൽ ഫീൽഡുകളിലുള്ള എന്താണ് എൻഗേജ്മെന്റ്, ദെൻ നമ്മളുടെ മിനിസ്ട്രിയിലെ മീറ്റിംഗ്, ക്വാഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്വാഡിന്റെ മിനിസ്റ്റീരിയൽ മീറ്റിംഗ് നമ്മളുടെ ആരാണ്, നമ്മളുടെ ഏവിയേഷൻ നേവിയുടെ ആണോ എയർഫോഴ്സിന്റെ ആണോ എന്ന് ഞാൻ മറന്നുപോയി, ഇവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മീറ്റിംഗ് ക്വാഡുമായി ബന്ധപ്പെട്ടിട്ട് US വെച്ചിട്ട് നടക്കുകയുണ്ടായി. ജയശങ്കർ അതിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ദെൻ എന്താണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ കോർപ്പറേഷൻ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ കൊമേഴ്സിലാണ് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ പറ്റിയിരിക്കുന്നത്, പെർട്ടിക്കുലർലി താരിഫ് അടിച്ചു നിന്നിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള മേഖലകളിലെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യ US റിലേഷൻ ഇതിലും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനുകൾ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടിയിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഹിസ്റ്ററി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1947 മുതൽ എങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു ഇന്ത്യ US റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർട്ടിക്കുലർലി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു നോൺ അലൈൻമെന്റ് തത്വമാണ് എന്താണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി അലൈൻസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്, വിച്ച് മീൻസ് റഷ്യയോട് അലൈൻ ചെയ്യുന്ന ഫോറിൻ പോളിസീസ് ആണ് നമ്മൾ മെയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് US കുറച്ച് വിഷമത്തിലായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഇൻഡിപെൻഡൻസിലെ ഫസ്റ്റ് 2 ഡീക്കേഡുകളും. ദെൻ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി വരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പല ഗവൺമെന്റുകളും മാറി മാറി വരുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊന്നും വലിയ ഇംപ്രൂവ്മെന്റ് എന്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്ത്യ USA റിലേഷനുകളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തില് എന്താണ്, ഇന്ത്യ പറഞ്ഞു വിയറ്റ്നാം യുദ്ധം അമേരിക്ക ഇടപെട്ടത് ശരിയായിട്ടില്ല. നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി. എന്താണ്, വിയറ്റ്നാമില് ഒരു ദിവസം നമ്മളെ വെനിൻസുലയെ അറ്റാക്ക് ചെയ്തതുപോലെ തന്നെ ഒരു ദിവസം എന്ത് ചെയ്തു, US ഇറങ്ങി അടിക്കാൻ തുടങ്ങി. ഒരു ഡെമോക്രസിയുടെ മീതെ മറ്റൊരു ഡെമോക്രാറ്റിക് കൺട്രി ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധി വിയറ്റ്നാമിനെ അറ്റാക്ക് ചെയ്തതിനെ നിശിതമായിട്ട് വിമർശിച്ചു. അന്ന് നമ്മള് USA നിന്ന് വീറ്റ് കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. PL280 PL260 അങ്ങനെ എന്തോ ആണ് വീറ്റിന്റെ പേരുണ്ടായിരുന്നത്, ഞാൻ പെർട്ടിക്കുലർലി മറന്നുപോയി. ഓക്കെ, സോ പിറ്റേ ദിവസം US സർക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് തരാനായിട്ടുള്ള വീറ്റ് നിർത്താൻ പോവുകയാണ്. നിങ്ങൾ വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ സംസാരിച്ചു. ഇന്ത്യ ഞെട്ടിപ്പോയി. ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല സംസാരിച്ചത്, പക്ഷേ ഈ യുദ്ധം ഞങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല, ഞങ്ങൾക്ക് വീറ്റ് തരണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വീറ്റ് തരണ്ടേ? അപ്പോ ഇന്ദിരാഗാന്ധി തിരിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചു പറഞ്ഞൊരു കാര്യം,
എന്താണ് നമ്മളുടെ മാർപ്പാപ്പ പോലും, പോപ്പ് പോലും വിയറ്റ്നാം യുദ്ധത്തെ തള്ളി പറഞ്ഞു. അന്ന് USA തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? പോപ്പിന് USA നിന്ന് പുറപ്പെടുന്ന വീറ്റ് ആവശ്യമില്ല, ബട്ട് ഇന്ത്യ ഡസ്. ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ആർക്കാണ്? റോമിലിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് US നിന്ന് പുറപ്പെടുന്ന വീറ്റ് ആവശ്യമില്ല, ഇന്ത്യക്ക് അത് ആവശ്യമുണ്ട്. അതിനുശേഷമൊക്കെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ പ്രഖ്യാപിക്കുന്നതും MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു സസ്റ്റൈനബിൾ കൺട്രി ആയിട്ട് മാറുകയും ചെയ്യുന്നത് വീറ്റിന്റെ പ്രൊഡക്ഷനിൽ. പക്ഷേ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഒരു ആർജവമുള്ള അല്ലെങ്കിൽ ഫോറിൻ പോളിസിയെ കൃത്യമായിട്ട് നിലപാടെടുക്കാനായിട്ടുള്ള ഒരു ആരുണ്ടായിരുന്നു? പ്രധാനമന്ത്രിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇന്നും പ്രധാനമന്ത്രികളും എന്താണ് ഫോറിൻ മിനിസ്ട്രീസ് ആർജവമുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ ഒരു ഡിപ്ലോമാറ്റിക് പോളിസീസ് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി എന്താണ് അഗ്രസീവ് ഡിപ്ലോമാറ്റിക് പോളിസിയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ഡിപ്ലോമാസി പോളിസിയിലേക്ക് പോയിട്ടുണ്ട്. അതിനെ പലരും നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ അഡ്വാൻറ്റേജുകളും ഉണ്ട്. ഓക്കെ, സോ എല്ലാ പ്രശ്നങ്ങളിലും കയറിയിട്ട് നമ്മൾ ഇടപെടേണ്ട. ജയശങ്കർ പറയുന്ന ഒരു കാര്യമാണ്, യൂറോപ്പിന്റെ പ്രോബ്ലങ്ങൾ യൂറോപ്പിന്റെ മാത്രം പ്രോബ്ലങ്ങളാണ്, അത് അവര് തീർത്തോളൂ. നമുക്ക് ഇവിടെ ഡെവലപ്മെന്റ് സംസാരിക്കാനായിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയുടെ പല പല വിഷയങ്ങളുണ്ട്, അത് സംസാരിക്കാം. അവരുടെ USA എപ്പോഴെങ്കിലും ഇന്ത്യയുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടാറുണ്ടോ? ഇല്ല, കുറവാണ്. ജർമ്മനി എപ്പോഴെങ്കിലും ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ കയറി ഇടപെടാറുണ്ടോ? ഇല്ല. സോ അവരുടെ പ്രോബ്ലങ്ങൾ അവരുടെ മാത്രങ്ങൾ പ്രോബ്ലങ്ങളായിട്ട് അങ്ങോട്ട് വിട്ടേക്കുക. അല്ലെങ്കിൽ എല്ലാത്തിലും കയറി ഇന്ത്യ ഉത്തരം പറയണത് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറന്റ് ഫിലോസഫി ആയിട്ട് ഇന്റർനാഷണൽ റിലേഷനിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഓക്കെ, സോ നമ്മൾ എവിടെ വെച്ചിട്ടാണ് തിരിഞ്ഞു പോയത്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ ടെക്നോളജിക്കൽ റിലേഷൻസ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഇന്ത്യ-US ടൈസിനെ നിലനിർത്തുന്നുണ്ട് എന്നാണ് ഈ മാം പറയുന്നത്. ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആയിട്ട് മാം ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെമോവ. സോ ആദ്യമായിട്ട് കേൾക്കുന്നവര് ഇതെന്താണ് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഓക്കെ, സോ ഇതൊന്നുമില്ല. ദീസ് ആർ ദ എഗ്രിമെന്റ്സ്. ഓരോ കാലഘട്ടങ്ങളിലും ഇന്ത്യയും US-ഉമായിട്ട് ഒപ്പിടുന്ന എഗ്രിമെന്റുകളാണ്. സോ എന്താണ്, വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞു. വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ ഒന്നും വലിയ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ല. അതിനുശേഷം ഇന്ത്യ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ ബോംബിട്ടു. അമേരിക്കയ്ക്കേറ്റ ഏറ്റവും വലിയ പ്രഹരങ്ങളിൽ ഒന്നായിരുന്നു. കാരണം ഇന്ത്യ ഒരിക്കലും ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കും എന്ന് അമേരിക്ക ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അമേരിക്ക ഇന്ത്യയുടെ മേൽ ഒരുപാട് സാങ്ഷനുകൾ ഏർപ്പെടുത്തി. 1980, 75 കാലഘട്ടങ്ങളിലെല്ലാം, എന്താണ് 80, 84 കാലഘട്ടങ്ങളിലെല്ലാം ഇന്ത്യക്ക് മേലെ ഒരുപാട് സാങ്ഷനുകൾ ഏർപ്പെടുത്തി. ദെൻ രണ്ടാമതും 1999 കാലഘട്ടങ്ങളിലും വാജ്പേയിയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ന്യൂക്ലിയർ ബോംബ് കൂടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരു തീരുമാനമായി. എന്നാൽ 1990 ശേഷം, വിച്ച് മീൻസ് കോൾഡ് വാറിന്റെ എൻഡിന് ശേഷം, അമേരിക്ക കുറച്ചും കൂടി ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുന്നത് കോൾഡ് വാറിന് ശേഷമാണ്. പെർട്ടിക്കുലർലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2002 ശേഷമാണ് ഒരുപാട് ഒരുപാട് എഗ്രിമെന്റുകൾ, ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള എഗ്രിമെന്റുകൾ ഇംപ്രൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ജിസോമിയ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്തു, ജനറൽ സെക്യൂരിറ്റി ഓൺ മിലിറ്ററി ഇൻഫോർമേഷൻ എഗ്രിമെന്റ്. അതായത് മിലിറ്ററി ഇൻഫോർമേഷനുകൾ പരസ്പരം കൈമാറാനായിട്ടുള്ള എഗ്രിമെന്റ് ആണ് 2002 നമ്മൾ ഒപ്പിടുന്നത്. ദെൻ 2008 ആയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിന്റെ ഒബ്സർവൻസ് ഒക്കെ ആയിട്ട് നമ്മളെ ആര് ക്ഷണിച്ചു? USA ക്ഷണിച്ചു. 2016 ലെമോവോ, അതായത് ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ്. അതായത് ഇന്ത്യൻ ആയുധ കപ്പല്, ആർമിയുടെയോ നേവിയുടെയോ ഒരു കപ്പല് അമേരിക്കൻ തീരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇന്ധനം നിറയ്ക്കാനായിട്ടും അവരുടെ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ടും ഉള്ള സൗകര്യം അറേഞ്ച് ചെയ്തു കൊടുക്കണം. നേരെ തിരിച്ചും അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലോ അല്ലെങ്കിൽ ആർമിയുടെ ഒരു കപ്പലോ ഇന്ത്യൻ തീരങ്ങളിൽ, ഇന്ത്യൻ ഓഷനുകളിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏതെങ്കിലും പോർട്ടിൽ അവർക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ടോ അല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ലോജിസ്റ്റിക് എക്സ്ചേഞ്ച്. സോ സം ലോജിസ്റ്റിക്സ് ഷുഡ് ബി എക്സ്ചേഞ്ച്. അതിനുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ്, മീൻസ് ഒരു എഗ്രിമെന്റ്. ദെൻ കമ്മ്യൂണിക്കേഷൻ കോമ്പാറ്റബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി എഗ്രിമെന്റ്, കോംകാസ എന്ന് പറയും. ഇത് മൂന്നുമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന എഗ്രിമെന്റുകൾ. ദെൻ ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോർപ്പറേഷൻ എഗ്രിമെന്റ്, ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിഫൻസ് ആക്സിലറേഷൻ എക്കോസിസ്റ്റം. ദെൻ ടെക്നോളജിക്ക് വേണ്ടിയിട്ട്, എമർജിംഗ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് 2023. ദെൻ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ എഗ്രിമെന്റ്.
അങ്ങനെയുള്ള ഡിഫറൻറ്റ് എഗ്രിമെന്റുകൾ ഇന്ത്യയും USA നടക്കുന്നുണ്ട്. അതെല്ലാം ഒരു പ്രശ്നവും കൂടാതെ ഇന്നും തുടർന്ന് പോകുന്നുണ്ട് എന്നാണ് ഈ മാം ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. പല എന്താണ് ബ്യൂറോക്രാറ്റിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ്, ഇപ്പൊ നിസാർ സാറ്റലൈറ്റ് പോലെയുള്ള സാറ്റലൈറ്റുകൾ ഇന്ത്യയും USA ഒരുമിച്ച് വിട്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള കോർപ്പറേഷനുകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ചെറിയ കല്ലുകടികൾ ഇന്ത്യയും USA, ചെറുതല്ലാത്ത വലിയ കല്ലുകളാണ് ഇന്ത്യയും USA റിലേഷനുകളിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇന്നത്തെ പത്രത്തിൽ തന്നെയുണ്ട്. എന്താണ് ഫസ്റ്റ് പേജിൽ, അതായത് ട്രംപിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ മോദിജി എന്ത് ചെയ്യണം? റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കണം. ട്രംപിനെ സന്തോഷിപ്പിക്കലാണ് നമ്മളുടെ മോദിജിയുടെ പരിപാടി എന്ന് മോദിജിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മോദിജി കുറയ്ക്കും. ഒരിക്കലും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഉൽപാദനം നമ്മൾ കുറയ്ക്കുകയില്ല, അൺലെസ് അതർവൈസ് എന്താണ് ഹ്യൂജ് പ്രഷർ വരുന്നത് വരെ. ഇന്നലത്തെ പത്രം എടുത്തു നോക്കുക. ഇന്നത്തെ പത്രത്തിൽ എന്താണ്? റഷ്യയുടെ എണ്ണ കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇന്നലത്തെ പത്രത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 35%. അതായത് ഫസ്റ്റ് പേജിൽ വാർത്ത എന്താണ്? 9 months ഹൈയിലാണ് എന്ത്? ഇന്ത്യയുടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. വിച്ച് മീൻസ് അറൌണ്ട് 36%ലേക്ക് ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് ഫ്രം റഷ്യ കൂടിയിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഇന്റർനാഷണൽ റിലേഷനുകളെല്ലാം കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇന്നത്തെ പത്രം കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, പുതിയ സ്റ്റുഡൻസിനോടാണ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ ട്രാക്കിലേക്ക് നിങ്ങൾ പയ്യെ വരുന്നുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിള് എന്താണ് ഡിസ്കസ് ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. ഇന്ത്യ-US റിലേഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1.5 hours ഉള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 45 to 50 minutes എടുത്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ എഗ്രിമെന്റുകളെല്ലാം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് സിംപ്ലി എന്താണ്? നമ്മളുടെ ശാന്തി ബില്ലിനെ കുറിച്ചിട്ടാണ്. എന്താണ് ശാന്തി ബിൽ? അതായത് ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു പുതിയ വിഷൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു വിഷൻ ഉണ്ട്. അതായത് 10,000 മെഗാവാട്ട് ന്യൂക്ലിയർ കപ്പാസിറ്റി ബിൽഡ് ചെയ്യണം. വിച്ച് മീൻസ് 100 ജിഗാവാട്ടിന്റെ ഒരു ന്യൂക്ലിയർ വിഷൻ ആണ് നമുക്കുള്ളത്. ന്യൂക്ലിയർ സെക്ടറുകളിൽ നിന്ന് മാത്രം 100 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് പർട്ടിക്കുലർലി എന്താണ് നമ്മളുടെ പബ്ലിക് സെക്ടർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിനെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിനെ ന്യൂക്ലിയർ ടെക്നോളജി ഫീൽഡുകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന, ന്യൂക്ലിയർ ടെക്നോളജി ഫീൽഡുകളിൽ എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് റെസ്ട്രിക്ഷനുകളുണ്ട്. കാരണം നിയമം അതിനെ തടയുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളും ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. സോ അങ്ങനെ പ്രൈവറ്റ് സെക്ടറിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എന്താണ് പുതിയ നിയമം കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് ശാന്തി ബിൽ എന്ന് പറയുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇത് ചർച്ചയിലുണ്ട്. എന്താണ് കഴിഞ്ഞ ജൂൺ 6-ാം തീയതിയും ജൂലൈ 7-ാം തീയതിയുമുള്ള ആർട്ടിക്കിളുകളിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യയുടെ ന്യൂക്ലിയർ ലോസ് ചേഞ്ച് ചെയ്യണമോ എന്നതായിരുന്നു ജൂലൈ 6-ലെ പത്രത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ജൂൺ 6-ലെയും ജൂൺ 7-ലെയും പത്രങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ബേസ് അതാണ് പ്രൈവറ്റ് സെക്ടറിനെ എൻ്റർ ചെയ്യുക. നിങ്ങൾ പലപ്പോഴും മലയാള മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ന്യൂക്ലിയർ സെക്ടർ അദാനിക്കോ, എന്നിട്ട് 3 ചോദ്യചിഹ്നം. ഓക്കെ, ന്യൂക്ലിയർ സെക്ടർ അദാനിക്കോ? അദാനി അല്ലാണ്ട് മറ്റൊരു ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. മനസ്സിലായോ? സോ ഇന്ന് കാണുന്ന ഏറ്റവും എന്താണ് കപ്പാസിറ്റി ബിൽഡിംഗ് ഉള്ള ഏറ്റവും വലിയ കമ്പനി അദാനി ഗ്രൂപ്പ് തന്നെയാണ്. സോ അതുകൊണ്ട് അവരും ഈ ഒരു ന്യൂക്ലിയർ സെക്ടറിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളുടെ പോസിറ്റീവ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ്. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് പ്രൈവറ്റൈസേഷൻ നമ്മുടെ ന്യൂക്ലിയർ സെക്ടറിനെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. കാരണം 1000 ജിഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ജിഗാവാട്ട് അല്ല, 100 ജിഗാവാട്ട് ഇസ് ഈക്വൽ ടു 10,000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പബ്ലിക് സെക്ടറിനെ കൊണ്ട് മാത്രം പറ്റില്ല. അതായത് 9-10 ഹ്യൂജ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറ്റില്ല. പകരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സ്മോൾ മൊഡ്യുലാർ റിയാക്ടറുകളാണ്. ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജൂൺ 6-ലെയും ജൂൺ 7-ലെയും കറന്റ് അഫയേഴ്സിൽ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ മൊഡുലാർ റിയാക്ടർ, ദെൻ എങ്ങനെയാണ് കറന്റ് ന്യൂക്ലിയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്,
ഒരു 3 സ്റ്റേജ് പ്രോഗ്രാം ന്യൂക്ലിയർ പ്രോഗ്രാം ഇന്ത്യക്ക് ഉണ്ട്. എന്താണ്? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആദ്യ സ്റ്റേജുകളിൽ നമ്മൾ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എനർജി ക്രിയേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ന്യൂക്ലിയർ എനർജിയെ നമ്മൾ ഫോം ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ നമ്മളുടെ കേരള തീരത്തുകളുള്ള തോറിയം റിസർവുകൾ യൂസ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പവർ പ്രോഗ്രാം ആണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ ഇന്ത്യൻ പബ്ലിക് സെക്ടറിന്റെ കയ്യിൽ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പെർട്ടിക്കുലർ ന്യൂക്ലിയർ പ്ലാന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ, വിച്ച് മീൻസ് ഹൈ മാഗ്നിറ്റ്യൂഡിൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ന്യൂക്ലിയർ ലോസ്, സോ അറ്റോമിക് എനർജി ആക്ട് 1982 അറ്റോമിക് എനർജി ആക്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അമെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സിവിൽ ലൈബിലിറ്റി ആക്ട് 2010, അതായത് സിവിൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 1500 കോടിയോളം ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യണം? നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. ഓക്കെ, സോ ഇനീഷ്യൽ സ്റ്റേജിൽ 1500 കോടിയോളം നഷ്ടപരിഹാരമായിട്ട് ഓപ്പറേറ്റേഴ്സ് കൊടുക്കണം. സോ ആരാണ് ഓപ്പറേറ്റേഴ്സ്? ഇന്ത്യയിൽ ആരാണോ ഇത് കൊണ്ടു നടക്കുന്നത് അവരാണ് ഇതിന്റെ ഓപ്പറേറ്റേഴ്സ്. സോ ഓപ്പറേറ്റേഴ്സിന് ഹ്യൂജ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2010 സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജസ് ആക്ട് എന്ന് പറയുന്ന 2010 ആക്ട്. സോ ആ ആക്ടിലും ചില ഭേദഗതി വരുത്താനായിട്ട് ശാന്തി ബില്ല് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ 2 കാര്യങ്ങളിൽ ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മുടെ ന്യൂക്ലിയർ സെക്ടർ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻസ് ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജൂൺ 6 ജൂൺ 7 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ന്യൂസിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ട് വിട്ടുപോയായിരുന്നു. സോ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഇറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ആൻസറുകളും ഇതിന്റെ ശരിയാണ്. എന്താണ്? നമ്മളുടെ 10th ഷെഡ്യൂളിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു മെമ്പർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പാർട്ടിക്ക് എതിരായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലോ അദ്ദേഹത്തിനെ 10th ഷെഡ്യൂളിന്റെ അണ്ടറിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ ആരാണ്? PV അൻവർ MLA, നിലമ്പൂരിന്റെ മുന്നത്തെ MLA ആയിരുന്ന PV അൻവർ. അദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് എന്ത് ചെയ്തു? നമ്മളുടെ സർക്കാരിനെതിരെ പറയാനായിട്ട് പോയി. സോ അദ്ദേഹം LDF മുന്നണിയുടെ ഭാഗമായിരുന്നു. പക്ഷേ അദ്ദേഹം ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ LDFനെ വിമർശിക്കുകയും അദ്ദേഹത്തിന്റെ വോട്ടുകളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. സോ അദ്ദേഹം ടെക്നിക്കൽ സെൻസിൽ ഡിസ്ക്വാളിഫിക്കേഷന് പാത്രമാകുന്ന പ്രവർത്തികളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനു മുൻപേ, ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് മുൻപേ അദ്ദേഹം രാജിവെച്ച് പോയി. അതുകൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നില്ല. അതിന് മുന്നേ അദ്ദേഹം രാജിവെച്ചിട്ട് അവിടെ ആര് വന്നു? പുതിയ MLA അവിടെ അധികാരത്തിലേറ്റു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ആൻ ഇൻഡിപെൻഡന്റ്ലി ഇലക്ടഡ് മെമ്പേഴ്സ് ജോയിൻ എനി പൊളിറ്റിക്കൽ പാർട്ടി. ശരിയാണ്, ഇൻഡിപെൻഡന്റ് ഇലക്ടഡ് മെമ്പേഴ്സിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും എലക്ട് ചെയ്തതിനു ശേഷം ജോയിൻ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിഫെക്ഷൻ വിളിച്ചു വരുത്താനായിട്ടുള്ള കാരണമാക്കും. ദെൻ നോമിനേറ്റഡ് ആളാണെങ്കിൽ 6 മാസത്തിനുള്ളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ ജോയിൻ ചെയ്തില്ല എങ്കിൽ 6 മാസത്തിന് ശേഷമാണെങ്കിൽ ഡിഫെക്ഷൻ വിളിച്ചു വരുത്തും. സോ ദ ആൻസർ വിൽ ബി 1, 2 and 3. 3 ഓപ്ഷനുകളും ശരിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. സോ എല്ലാവർക്കും ആൻസർ അറിയാൻ പറ്റും. നിങ്ങൾ കുറച്ച് നാളായിട്ട് UPSC പ്രിപ്പയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവർ ലീവ് ചെയ്തേക്കുക. ഇത് നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ അത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പഠിച്ചിട്ടുള്ളവർ, അതായത് ആദ്യം തുടങ്ങിയൊക്കെ കറണ്ട് അഫയേഴ്സ് കാണുന്നവര് ഈ ഒരു ആൻസർ തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനായിട്ടില്ല. ഇത് തെറ്റിക്കരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അത്രയും ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ആൻസർ ആണ്. ഓക്കെ.